കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം തൊഴിൽ തടസ്സം മാറാൻ എന്താണ് ചെയ്യേണ്ടത്. ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ചില കാര്യമാണ്. പലർക്കും തൊഴിൽപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഈ മഹാമാരിക്കാലത്ത് പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. പിന്നെ തൊഴിൽ ചെയ്തവർക്ക് തന്നെ ശമ്പളം കിട്ടായി വരും. ശമ്പളം കിട്ടിയെന്നവർക്ക് തന്നെ പകുതി ശമ്പളമാണ് കിട്ടുന്നത്. അങ്ങനെ മൊത്തത്തിൽ ലോകത്തിൽ മൊത്തത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം നിലനിന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും തൊഴിൽ തടസ്സം മാറാനായിട്ട് എന്തെങ്കിലും ദൈവികമായ കാര്യങ്ങളുണ്ടോ എന്ന് പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ കോമൺ ആയിട്ട് അറിയാവുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള തൊഴിൽ തടസ്സം ഉള്ളവർ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പലർക്കും പല വിധത്തിൽ തൊഴിൽ തടസ്സം ഉണ്ടാവും. അതുപോലെ തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേരാം. അതിന് നമ്മൾ ചില വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. അപ്പം നമ്മൾ അതിനെ മനസ്സർപ്പിച്ച് നമ്മൾ ആ വഴിപാട് ചെയ്യണം. ആ വഴിപാട് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് കാര്യമില്ല കേട്ടോ, അവനവൻ തന്നെ ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ കുടുംബദേവതയുടെ അനുഗ്രഹം മേടിക്കണം. അവിടെ ചെല്ലാതിരിക്കുന്ന ആളാണെങ്കിൽ സംസ്ഥാപരാധം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ തൊഴിൽ തടസ്സം ഉള്ള ആള് തൊഴിലുണ്ടാകാനായിട്ട്, തൊഴിൽ പുരോഗതി ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെന്ന് നിങ്ങളുടെ ദേവതയുടെ അനുഗ്രഹം വാങ്ങണം. കുടുംബദേവതയുടെ അനുഗ്രഹം വാങ്ങാതെ ഇരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബ പരദേവത സ്ഥാനത്ത് ചെന്ന് അവിടെ സമസ്താപരാധം ചൊല്ലി സമസ്താപരാധം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. അതിനുശേഷം ഈ കുടുംബക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്തെന്ന്, ഗണപതിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി 7 ദിവസം അടുപ്പിച്ച് നടത്തണം. 7 ദിവസം നിങ്ങൾ ഗണപതിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം. അതോടൊപ്പം കർഗമാലയും ചാർത്തണം. 7-ാം ദിവസം നാളികേരം ഉഴിഞ്ഞ് അടിക്കണം. 7-ാം ദിവസം നാളികേരം ഉഴിഞ്ഞടിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഗണപതി ആ വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരും. അപ്പം എൻ്റെ വിഘ്നങ്ങളെല്ലാം മാറ്റിത്തന്നെ, എൻ്റെ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറ്റിത്തന്നെ വിഘ്നേശ്വര എന്ന് ഗണപതി ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ആ നാളികേരം, നല്ല നാളികേരം കൊണ്ട് ചെല്ലണം കേട്ടോ. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചിലപ്പോൾ ചീഞ്ഞ നാളികേരമായിരിക്കും. ആ ചീഞ്ഞ നാളികേരം കൊണ്ട് അടിച്ച് നിങ്ങൾ അവിടെ ദുർഗന്ധമൊന്നും പരത്തരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല നാളികേരം ചെല്ലണം. ചില ഗണപതിയുടെ ക്ഷേത്ര നടയിലൊക്കെ ചെന്നാൽ തേങ്ങ ചീഞ്ഞ മണം ഒരുക്കുള്ളൂ. അങ്ങനെ ആ ചീഞ്ഞ നാളികേരം അടിച്ചവന് ഒരു ഫലവും കിട്ടൂല. കാരണം അതുകൊണ്ട് എന്താ ഫലം? ദുർഗന്ധമാണ് അതിൽ നിന്ന് വരുന്നത്, ഇല്ലേ? അപ്പം അതുകൊണ്ട് നല്ല നാളികേരം കൊണ്ടേ ചെല്ലണം. നല്ല വിളഞ്ഞ നാളികേരം കൊണ്ടേ ചെന്നിട്ട് അവിടെ അടിക്കണം. എങ്ങനെ അടിക്കണം? ഭഗവാനെ വിഘ്നേശ്വര, എന്നിലുള്ള തൊഴിൽ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും ഈ നാളികേരത്തിൽ കൂടി ഒഴിഞ്ഞുപോയി. ഈ നാളികേരം ചെതറുന്നത് പോലെ എൻ്റെ ദുരിതങ്ങളും ചെതറിപ്പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാന്റെ മുമ്പിലുള്ള ആ കല്ലിൽ നല്ല പോലെ ആഞ്ഞടിച്ച് തെറിപ്പിച്ച് കളയണം. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഗണപതി ഭഗവാന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. നല്ലപോലെ ഫലം കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ 3 പക്കപ്പിറന്നാളിന് ഗണപതിക്ക് ഹോമവും ഭഗവതി സേവയും നടത്തി പ്രാർത്ഥിക്കണം. ഗണപതിക്ക് നിങ്ങളുടെ 3 പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം നടത്തണം. അതും കഴിയുന്നതും വെളുത്ത വാവിന് ചെയ്താൽ ഉത്തമമായിരിക്കും.
3 പക്കപ്പിറന്നാൾ പക്കപ്പിറന്നാളിന് ചെയ്താൽ മതി, ഇത് ചെയ്യണ്ട. പക്കപ്പിറന്നാളിന് ചെയ്യാൻ പറ്റാത്തവര് 3 വെളുത്ത വാവിന് ചെയ്യാം. 3 പക്കപ്പിറന്നാളിന് ചെയ്യാൻ പറ്റാത്തവര് 3 വെളുത്ത വാവിന് ചെയ്യാം. അപ്പൊ അന്ന് അതിന് ഗണപതി ഹോമം ഭഗവതി ചെയ്യണം. പക്കപ്പിറന്നാൾ ചെയ്യാൻ പറ്റാത്തവര് വെളുത്ത വാവിന് ചെയ്യുക. അങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും. അതേപോലെ ശത്രുദോഷം ഉണ്ട് എന്ന് മനസ്സിലായാൽ, ശത്രുദോഷം കൊണ്ട് തൊഴിൽ തടസ്സം ഉണ്ടാകും എങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട്. ആ ശത്രുവിനെ കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഉണ്ടാവില്ല തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ. അത് ശത്രുവിനെ കൊണ്ടുണ്ടാവും. തൊഴുത്തിൽ കുത്തില്ലാത്ത സ്ഥലമില്ലല്ലോ. ജോലി സ്ഥലത്താണെങ്കിലും മറ്റെവിടെ ചെന്നാലും ശത്രുദോഷങ്ങളാണ് പലർക്കും ഉണ്ടാവുന്നത്. അപ്പൊ ശത്രുദോഷം തൊഴിൽപരമായ രംഗത്തുണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ശത്രുദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭദ്രകാളി ദേവിക്ക് 7 വെള്ളിയാഴ്ച കാളി സൂക്തം കൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തണം. 7 വെള്ളിയാഴ്ച ഭദ്രകാളി ദേവിക്ക് കാളി സൂക്തം കൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം. ഒരു വെള്ളിയാഴ്ച ഭഗവതിക്ക്, അതായത് ദേവിക്ക് ഒരു കടും പായസം അല്ലെങ്കിൽ ശർക്കര പായസം, പലരും പല സ്ഥലത്ത് പല പേരിലാണ് പറയുന്നത്. അപ്പൊ കടും പായസമോ ശർക്കര പായസമോ ദേവിക്ക് സമർപ്പിക്കുക. ഭദ്രകാളി ദേവി പായസാന്നപ്രിയാണ് ഇല്ലേ? പായസാന്നപ്രിയാണ് ദേവി. അപ്പൊ ദേവിക്ക് പായസം വഴിപാട് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. അപ്പൊ ഭദ്രകാളി ദേവിക്ക് 7 വെള്ളിയാഴ്ച കാളി സൂക്തം കൊണ്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തി ഒരു വെള്ളിയാഴ്ച ഭഗവതിക്ക് കടുംപായസ നിവേദ്യവും കൊടുത്താൽ നിങ്ങളുടെ ആ ശത്രുദോഷം നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പൊ തൊഴിൽപരമായി ശത്രുദോഷം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അതേപോലെ തന്നെ വിഘ്നേശ്വരനെ കൊണ്ട് നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരാനായിട്ട് വിഘ്നേശ്വരനോട് നല്ല പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞ വഴിപാടുകൾ വിഘ്നേശ്വരന് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറും. നിങ്ങൾക്ക് തൊഴിലിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും.